ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ നിൽക്കുന്നത് നമ്മുടെ രാമേശ്വരത്താണ്. അപ്പൊ നമ്മൾ തമിഴ്നാട് കഴിഞ്ഞ് ഇങ്ങോട്ട് വരും തോറും ഇവിടെ എവിടെ നോക്കിയാലും പനന്തേങ്ങാട മരം. അപ്പൊ നമ്മുടെ നാട്ടിൽ അപൂർവമായിട്ട് കിട്ടുന്ന വല്ല വർഷത്തിലൊക്കെ 1-2 പ്രാവശ്യം എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കിട്ടുന്ന സാധനമാണ്. നമ്മളെല്ലാരും ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് അത് ചാടി കയറി വാങ്ങിക്കും. നല്ല വിലയുമാണ്. ഇവിടെ ആണെങ്കിൽ വിലയും ഇല്ല, എവിടെ നോക്കിയാലും തോട്ടങ്ങൾ മാത്രം. നമുക്കിത് കണ്ടിട്ട് ഭയങ്കര അതിശയം തോന്നുക. നമ്മുടെ നാട്ടിൽ തെങ്ങിൻ തോപ്പ് നിൽക്കത്തില്ലേ, അതുപോലാണ് ഇവരിവിടെ കൃഷി ചെയ്യുന്നത്. അപ്പം ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കുറച്ച് കയ്പുണ്ടെങ്കിലും നോക്കി വാങ്ങിക്കണം. മൂത്തതിന് കയ്പാന്നാണ് പറയുന്നത്. അപ്പൊ ഒരുപാട് ഗുണങ്ങൾ. കൂടാതെ പനം തേങ്ങ ആ മരത്തിന് ഇന്ന് കിട്ടുന്ന ഒരു സാധനവും നമുക്ക് നഷ്ടപ്പെടുത്തി കളയേണ്ട ആവശ്യമില്ല. എല്ലാം അതിന് വിലപിടിപ്പുള്ളത് തന്നെയാണ്. പനം തേങ്ങ, അതിന്റെ തടി, അതുകൂടാതെ അതിന്റെ ഓല വെച്ച് വേലി കിട്ടുന്നുണ്ട്, അതിന്റെ മടല് വെച്ച് വേലി കിട്ടുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതേ ഇവിടെ പനം തേങ്ങ ആർക്കും വേണ്ട, താഴെ വീട് കിടക്കുവാണ്. ഇത് പനം തേങ്ങയുടെ ഒരു കടയാണ്. ഇവര് ഇവിടുന്ന് പറിച്ച് എത്തി കൊടുക്കുന്ന ഞാൻ തോന്നുന്നു. എത്ര രൂപയാണെന്ന് അറിയത്തില്ല. ചോദിച്ചു നോക്കിയാ പനം തേങ്ങ നല്ല സാധനം ആണല്ലോ. ஆனா இது உடம்புக்கு நல்லது. வீட்டை தணிக்கும். பின்ன வயது நோக்கு உண்டால பின்ன தலைவலி உடல் மற்றோட பலன் എങ്ക കണ്ടാലും സാപ്പിടலாம். സൂപ്പറാണ്. എവിടെ കണ്ടാലും കുടിച്ചോ നല്ലതാന്നാ പറയുന്നത്. അതിന്റെ അകത്ത വെള്ളമാണ്. അത് പറയാൻ വിട്ടുപോയി. പനന്തേങ്ങയുടെ അകത്ത ഒരു വെള്ളം കിട്ടും. അത് നമുക്ക് മേടിക്കാൻ കിട്ടും, കുടിക്കാൻ വേണ്ടി അവർ തരും കേട്ടോ. ചിലരൊക്കെ വീഡിയോയിൽ പറഞ്ഞാൽ പറ്റിക്കലാണ് കുറെ പൈസ. പക്ഷെ അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ കറങ്ങിപ്പോയിട്ട് അവരെ കാണിച്ചു കൊടുക്കാം. ഇപ്പൊ പനന്തേങ്ങ കാണട്ടോ. നമ്മുടെ നമ്മള് പനയുടെ അടിയിൽ കൂടെ നടക്കുവാണല്ലേ. ഇത് വീണ് കിടന്നിട്ട് ആർക്കും വേണ്ട. ഇത് കണ്ടത് അങ്ങോട്ട് പോകുമ്പോ കാണാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങാട മടല് പോലെ ഇത് കണ്ടാ. പിന്നെ നമുക്ക് വേറെ ഇവിടെ ബീച്ചാണ് കേട്ടോ. തെങ്ങിന്റെ മടല് സൈഡ് ബീച്ചാണ്. അടിപൊളിയാണ്. അത് വേറെ കാണിച്ചു കൊടുക്കാം. നമ്മളെ പനന്തേങ്ങാട എല്ലാ സാധനങ്ങളും നമുക്ക് ഉപകാരപ്രദമാണ് കേട്ടോ. ഇത് കണ്ടാ വീണ് കിടക്കുന്ന കാണിച്ചു കൊടുത്തേ. അയ്യോ, നമ്മുടെ നാട്ടിലൊക്കെ ചങ്ക് പൊട്ടും. എനിക്ക് തോന്നുന്നു ഇതൊക്കെ പിഞ്ചാണെന്നോ. ഇവിടെ ആൾക്കാർ എടുക്കാറുണ്ട് കേട്ടോ. വീണ് കിടക്കുവെന്നറിയാം. പിന്നെ എല്ലാവരോടും പറയാ, ഞങ്ങൾ കാട്ടിലൊക്കെ വന്ന് ഇതൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ പാവം കുഞ്ഞു ചാനലാണ്, വലിയ പാവം പൈതൽ ചാനലാണ് കേട്ടോ. മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നമ്മള് ഒരുപാട് കഷ്ടപ്പെട്ടാണ് കാട്ടിലും തോട്ടിലൊക്കെ ചാടി നമ്മളിതൊക്കെ എടുക്കണത്. നമ്മളെപ്പോഴും ഓർക്കത്തില്ലേ നമ്മുടെ ഈ പനന്തേങ്ങയെ പറ്റി? നമുക്ക് അറിയാം. നമ്മുടെ നാട്ടിലില്ലല്ലോ പനന്തേങ്ങ മരം. പന അപ്പം ഇതിന്റെ ഓയിലും ഉണ്ടെന്ന് തോന്നുന്നു. ഇതിന്റെ ഓയിലും ഉണ്ട്. ഏതിലെ അങ്ങ് വരെ ഇങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. ഇതിലെ ഇതൊക്കെ അങ്ങോട്ട് കാട് പോലെയാണ്. സാരമില്ല, കുറച്ചൊക്കെ നമുക്ക് ഇങ്ങനെ കറങ്ങി ഇറങ്ങി. ഏതിലെ കറങ്ങാം? ഇതിലെ മേലോട്ട് കയറാം. മുകളിലും എല്ലാം റോഡേ കൂടെ. ഇച്ചിരി ഡേഞ്ചർ സ്ഥലമാണ്. ഇവിടെ റോഡരികിൽ എവിടെ നോക്കിയാലും ഇത് വിൽക്കാനിരിക്കുന്നത് മൊത്തം തോട്ടമാണ് കേട്ടോ. പനത്തോട്ടമാണ്. 30 രൂപ. ഇതൊന്നുമല്ല. ചില പനത്തോട്ടം കാണുമ്പോ എന്ത് ഭംഗിയാന്നറിയാവാ. അപ്പം ഇതെല്ലാം ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന കുറെ സാധനങ്ങളാണ്. ഇതിന്റെ ഒരു സാധനവും നമുക്ക് കളയേണ്ടതില്ല. ഞാൻ ഓർത്ത് പനന്തേങ്ങായി അതുപോലെയുള്ള ചെറിയ സാധനങ്ങൾ കരിപ്പെട്ടിയൊക്കെ എടുക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് അതിന്റെ വാല്യൂ മനസ്സിലാകുന്നത്. അയ്യോ, ഭയങ്കര ഗുണങ്ങളുള്ള സാധനങ്ങളൊക്കെ. റോഡിന്റെ ഏത് സൈഡിൽ നോക്കിയാലും ഇത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇത് കണ്ട പനന്തേങ്ങ കൊല കണക്കിനാണ് വീണ് കിടക്കുന്നത്. എന്റെ പൊന്നൂ, ഇത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ചെട്ടിപ്പോകും കേട്ടോ. ആർക്കും വേണ്ടാതെ കിടക്കുന്ന കിടപ്പ് കണ്ട. നമുക്ക് നടക്കാം. ഇങ്ങോട്ട് വന്നപ്പോ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ടേ. നമ്മുടെ നാട്ടിൽ എന്താണ് ഇതുപോലെ പന നട്ട പിടിക്കത്തില്ലേ? അതിനെപ്പറ്റി ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. അതാ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ നാട്ടില് പാലക്കാട് ആ സൈഡൊക്കെ ഇല്ല, കോയമ്പത്തൂര് പിന്നെ തമിഴ്നാടിന്റെ ഏരിയ ആ ഭാഗത്തൊക്കെ ഈ സാധനം. പക്ഷെ എന്താണ് നമ്മുടെ കേരളത്തിൽ ഇത് പിടിപ്പിക്കാത്തത്? ആരെങ്കിലും പിടിപ്പിക്കാത്തതാണോ അതോ ഇത് അവിടെ പിടിക്കത്തില്ലേ അവിടുത്തെ മണ്ണിന്? പക്ഷെ എന്റെ കുഞ്ഞിലെ ഞാൻ 1-2 പല സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അത് കഴിഞ്ഞൊന്നും കണ്ടിട്ടേ ഇല്ല ഇത് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷെ ഇത് കൃഷി പോലാണ്.
നമ്മുടെ നാട്ടിൽ പല കൃഷിയും ചെയ്യുന്നുണ്ട്. പിന്നെന്താണ് ഇത് ചെയ്താ ഇത് പിന്നെ നല്ല വിലയല്ലേ നമ്മുടെ നാട്ടിൽ, എല്ലാരും നല്ല പൈസ കൊടുത്ത് വാങ്ങിച്ചായിരിക്കും. ഇവിടെ അതിന്റെ പകുതി പൈസ പോലും ഇല്ല. അപ്പൊ ഇത് നമ്മുടെ ഹെൽത്തിനൊക്കെ ഒരുപാട് ഗുണമുള്ള സാധനം. അതേ കരിപ്പട്ടി എടുത്ത് വെച്ചേക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കരിപ്പട്ടി നമ്മൾ ഡ്യൂപ്ലിക്കേറ്റും കിട്ടും. വേറെ സ്ഥലത്തൊക്കെ ചെല്ലുമ്പോ ഉത്സവപ്പറമ്പിലൊക്കെ വിൽക്കാൻ വെച്ചേക്കുന്നില്ലേ, അതൊന്നും കൊള്ളത്തില്ലെന്നാ പറയുന്നത്. കൃത്രിമമായിട്ട് നിർമ്മിച്ചതാണ്, നമ്മളെ പറ്റിക്കുവാണ്. ഇതൊക്കെ ഒറിജിനൽ ഇവിടുന്ന് നമുക്ക് കെട്ടി വെച്ചേക്കോ ഇത് പറിച്ച് ഇതിന്ന് ഉണ്ടാക്കി എടുക്കുക ചെയ്യുന്ന ഒറിജിനൽ കരിപ്പട്ടി. അവിടെ ഇരിക്കുന്നു കൊറേ. ഈ പനയുടെ ഇതിന്ന് കിട്ടുന്ന സാധനങ്ങളാണല്ലോ ഇതെല്ലാം. വേണ്ടേ ഇതാണ് എന്താണ് അതിന്റെ കൂടാ. അതിന്റെ കൂട് അവിടെ വെക്കോ കൂട്. നമ്മൾ തെരിയില്ല, കൊഞ്ചം കൊഞ്ചം തെരിയും. അതിന് വെള്ളം വെള്ളത്തിന്ന് ഉണ്ടാക്കുന്നതാണെന്ന് ഇതിന്റെ ആണ്. ഇത് നമ്മള് സാധാരണ നമ്മള് ഇത് ഉണ്ടാക്കുമ്പോ ചുക്ക് കാപ്പി പനിയൊക്കെ വരുമ്പോ നമ്മൾ ഉണ്ടാക്കത്തില്ല, തൊണ്ടക്കൊക്കെ നല്ല. ഇപ്പം ഇവര് ഈ തുളസിയും കുരുമുളകും എല്ലാം മിക്സ് ചെയ്തത് ഇറങ്ങിയേക്കുവാണ്. ഇത് ജസ്റ്റ് വെള്ളം തിളക്കുമ്പോ അതിന്റെ അകത്ത് ഇട്ടേണ്ട ആവശ്യമുള്ളൂ, വേറെ ഒന്നും ഇടണ്ട കേട്ടാ. ഇത് പണം കേൾക്കണ്ട, അതാ ഒറിജിനലാ. ഒറിജിനൽ സാധനം വാങ്ങിച്ചു. ഇങ്ങോട്ടൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ രാമേശ്വരം, തമിഴ്നാട് അവിടെയൊക്കെ ഇത് കിട്ടുവാണ്. നിങ്ങൾ കാണുമ്പോ വാങ്ങിക്കാം, കണ്ണുടച്ച് നമുക്ക് വാങ്ങിക്കാം. എല്ലാവരും അതിന്റെ തോട്ടങ്ങളാണ്. ദൈവം കണ്ട തോട്ടത്തിന് നടുക്കിന്റെ പെട്ടിയും ഇതെല്ലാം ഇരിക്കുന്നത്. ഇവര് ഡയറക്റ്റ് ആയിട്ട് ഇവര് അത് ഉണ്ടാക്കി എടുക്കുന്നത് കൊണ്ട് എന്തായാലും രാമേശ്വരം വന്നാലും ഒരുപാട് പ്രയോജനം ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൊറേ കാണാൻ പറ്റി കേട്ടാ. ഇതേണ്ട നമ്മുടെ ഇതിന്റെ അപ്പുറമാണ് കേട്ടാ, നമ്മളെ ശ്രീലങ്ക എന്നൊക്കെ പറയത്തില്ലേ, ശ്രീലങ്ക. കുറച്ച് പോണം. ആ കടല് കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണ്ട, അവിടെ ഇറങ്ങി കുറെ പോണം. ശ്രീലങ്ക അല്ല, ശ്രീലങ്ക കാണാൻ പറ്റും. ശ്രീലങ്ക കാണാൻ പറ്റും, മറ്റേ ലെൻസ് ഒക്കെ ഉപയോഗിച്ച് കാണാൻ പറ്റും. അതെവിടെയാന്ന് കാണിക്കുന്ന ധനുഷ്കോടി ചെന്ന് കഴിഞ്ഞാൽ ലെൻസ് ഒക്കെ വെച്ച് ഇതിന് കാണാൻ പറ്റും. 20 രൂപ കൊടുത്താൽ മതി. ഇത് കണ്ട ഇവിടെ ഫുള്ള് റോഡിന്റെ 2 സൈഡില് നോക്കി കഴിഞ്ഞാൽ പനന്തോട്ടം മാത്രമാണ് കേട്ടാ. നമുക്കൊക്കെ ഇതൊക്കെ കാണുമ്പോ ഭയങ്കര അതിശയമാണ് അല്ലേ. പിന്നെ അതുകൂടാതെ തെങ്ങും തോപ്പും ഉണ്ട് ഇവിടെ കേട്ടാ. നമ്മുടെ നാട്ടിൽ കേരനിരകളാടുന്ന ഹരിതചാരി ഗീതം എന്നൊക്കെ പറയും നമ്മുടെ കേരളത്തെ പറ്റി. അപ്പൊ നമ്മളെ വിചാരം കേരളത്തിൽ മാത്രമാണ് തെങ്ങും തോപ്പും തേങ്ങയെന്ന്. പക്ഷെ ഞാൻ അതിനെക്കാട്ടി കൂടുതൽ തെങ്ങും തോപ്പുകൾ ഇതിലെ വന്നപ്പോ തമിഴ്നാട് ഭാഗത്തേക്ക് വന്നപ്പോ കണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല കരിക്ക് 50 രൂപയേ ഉള്ളു. നല്ല തുടുത്ത നല്ല കരിമ്പച്ച കരിക്ക്, എന്ത് ടേസ്റ്റാ. അതുപോലെ ഈ പനം തേങ്ങ, ഇതിന്റെ പനങ്ങളൊക്കെ ഇരിപ്പുണ്ട് കൊടുക്കാൻ വേണ്ടി. അവര് പറഞ്ഞിട്ടില്ല വയറിന് നല്ലതാണെന്ന്. അപ്പൊ ഇതിന്റെ എല്ലാ സാധനങ്ങളും ഒരുപാട് നമ്മുടെ ഗുണങ്ങളുള്ള നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഇച്ചിരി കയ്പ് ചുവയുണ്ടെന്ന് പറയും മൂത്ത സാധനത്തിന്. ഇനി അപ്പൊ നോക്കി കഴിക്കുക, എന്നാലും അത് ഗുണമാണ്. അതുകൂടാതെ ഇതിന്റെ എല്ലാ വസ്തുക്കളും ഉപയോഗപ്രദമുള്ള സാധനങ്ങളാണ് ഇതിന് കിട്ടുന്ന എല്ലാ, തടി ഉൾപ്പെടെ. അപ്പൊ നമുക്ക് ആ സൈഡ് കാണിച്ചു കൊടുത്തേ. ആ റോഡിന്റെ ഇത് കണ്ടാ, ഈ റോഡിന്റെ 2 സൈഡിലും ഇങ്ങു മുതൽ അങ്ങേറ്റം വരെ ഈ പനയുടെ. അതെ, കാണാൻ തന്നെ എന്ത് ലുക്കപ്പാ. ഗൾഫിലൊക്കെ നമ്മള് ഈന്തപ്പഴം പിടിച്ചു കിടക്കത്തില്ലേ, ഈന്തപ്പന നിൽക്കുന്നത് ആ ഒരു ഓർമ്മ വഴി ഇത് കാണുമ്പോഴത്തേക്ക്. ഗൾഫില് ഈന്തപ്പന കൃഷി, ഇങ്ങോട്ടുള്ള ഭാഗത്ത് പന കൃഷി. പനന്തേങ്ങ പിടിച്ചു കിടക്കുന്നത് എന്തോ പറയുമല്ലോ. ഈ നമ്മുടെ നാട്ടില് പനന്തേങ്ങ പിടിക്കും, പക്ഷെ നല്ല രീതിയിലൊന്നും ഒന്നും ആയിട്ടില്ല. പക്ഷെ പിടിപ്പിക്കാത്തയാണെന്ന് എനിക്ക് തോന്നുന്നത്. വേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം അല്ലേ. ആണ് എന്ത് കാര്യം. പിന്നെ ഇവർക്കാവുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് നമുക്കായിക്കൂടാ. ഡസ്മര വാങ്ങിച്ച് കുടിക്കുവാണ് കേട്ടാ. എങ്ങനെയുണ്ട് ഡസ്മര? മധുരമൊന്നുമില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഗുണമാണ്. ഗുണം. അതിന്റെ വെള്ളമൊക്കെ ഒരത്തിൽ വന്ന് മേടിച്ചോണ്ട് പോവാണ് കേട്ടാ.
നങ്ക ഇതൊക്കെ പറയല്ലേ. പനയുടെ ഓലയിൽ അവർ കുടിക്കാൻ തരും, കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. പന കഴിക്കുന്നത് ഫ്രഷാണ്. അത് സൂപ്പറാ. ഞാൻ പറയില്ലേ വേലി കെട്ടുമെന്ന്, നല്ല മടലാണ്. പോലെ വീട് കെട്ടുന്നവരും ഉണ്ട്. വീട് അടക്കുന്നതല്ല, അതുപോലെ പനതേങ്ങ അടക്കുവാണ്. ആടൊക്കെ എന്താ അല്ലേ നമ്മൾ കാണുന്നത്. എന്നാടി മതി മതി அவங்கள நடந்து நடந்து அழைச்சி வைத்த മതി മതി അക്ക. വീഡിയോ അബ്ലൂസിന് അവര് കൊടുത്തതാണ് കേട്ടാ. പക്ഷെ അങ്ങനെ തന്നെ കഴിച്ചു. ഇത് തോലിയും കളി. ആ കളയത്തില്ല ഗുണം. തപ്പാണെങ്കിൽ മോക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ നീര് വീഴല്ലേ, ഭയങ്കര കറ. ഓക്കെ അല്ലേ? അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ട് നമ്മുടെ പനന്തോട്ടം? തികച്ചും കൗതുകരമായ കാഴ്ചയല്ലേ? ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചു. അവര് പറഞ്ഞത് ഇവര് ഈ തെങ്ങല്ലല്ലോ സോറി പനയുടെ തോട്ടം കൊട്ടേഷൻ എടുത്തേക്കുവാണെന്ന്. അപ്പൊ ഇവിടുന്ന് ഇത് പറിക്കും, ഇവരിവിടുന്ന് വിൽക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇതുമായിട്ട് കേരളത്തിൽ വാ, നിങ്ങൾക്ക് നല്ലോണം പൈസ വരാം. അവിടെ വമ്പൻ ഡിമാൻഡാണ്. അങ്ങനെ ഇതൊന്നും ഇല്ല. വല്ലപ്പോഴും ആരെങ്കിലും വിൽക്കാൻ കൊണ്ടുവരുന്നുണ്ട്. ഇവർക്ക് 2000-3000 ഒക്കെയാണ് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കിട്ടുന്നതെന്ന് അവര് പറഞ്ഞു. പിന്നെ എങ്ങനെയുണ്ട്? ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ സാധിച്ച്, കാണാൻ സാധിച്ച്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും കൂടെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.